ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ജോഫൂസ് മീഡിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമില്ല, കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതാ കഞ്ഞി ഊറ്റിയ ശേഷമുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പകുതിയോളം ഇതിൻ്റെ തെളി കളഞ്ഞിട്ട് ബാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു അരമണിക്കൂർ ഇതിൻ്റെ തെളിയൊന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇളക്കാതെ നമ്മൾ ഒരു സൈഡിൽ മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഊറിലൊക്കെ ഊറി നന്നായിട്ട് തെളി വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് ബൗളല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അത് ഞാൻ അതിൻ്റെ തെളി വീണ്ടും കളഞ്ഞിട്ട് ഇത്രയും വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ അളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അളവിലെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ അളന്നെടുത്തപ്പോൾ എനിക്ക് ഈ ഒരു പാത്രത്തിൽ 1/4 പാത്രം വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. ഒരു കോൺഫ്ലവർ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അരിപ്പൊടി ഞാനിതാ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഒരു പകുതിയോളം തന്നെ ചേർത്തപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടി. നമ്മൾ ഒരു അപ്പത്തിനൊക്കെ കലക്കുന്ന ആ ഒരു അളവിലാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് നമ്മളിത് കലക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കലക്കി ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം. അരിക്കണമെന്ന് നന്നായിട്ട് കലങ്ങിയാൽ അരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ ഞാൻ അരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നന്നായിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു 3 ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നതിൽ തുടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കൂടി പോകരുത്. അതേപോലെ തന്നെ കുറച്ച് തിക്കായാൽ നമുക്കിതിലേക്ക് ഈ ഒരു പരുവത്തിലായാൽ നമുക്കിതിലേക്ക് കുറച്ചായിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 7 ടേബിൾ സ്പൂൺ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും എടുക്കാം. ശർക്കര ആദ്യം നമ്മളൊന്ന് പാവ് കാച്ചിട്ട് അതൊന്ന് അരിച്ചിതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ഫുഡ് കളറാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല ഫ്ലേവറുള്ള ഫുഡ് കളർ കിട്ടും. മാംഗോ ഫ്ലേവറും പിസ്ത ഫ്ലേവറൊക്കെ ഉള്ള ഫുഡ് കളർ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഫ്ലേവറൊന്നും ഇല്ലാത്ത സാധാ ഫുഡ് കളറാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ ഫ്ലേവറില്ല ഏതെങ്കിലും ഒരു ഫുഡ് കളർ ചേർത്തുകയാണെങ്കിൽ അതിൻ്റെ കൂടെ രുചി ഇതിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അത് ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോഴേ നമുക്കത് നന്നായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് അങ്ങനെ ആയി പോവും. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിന് നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അടിയിലേക്കൊന്നും പിടിക്കാതെ കിട്ടുള്ളൂ. മറ്റ് ചട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് വല്ല നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുന്തിരിങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ പിസ്തയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിത് വിസ്കിന്ന് പെട്ടെന്ന് വിട്ടുപോരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു രൂപമായിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുന്തിരിങ്ങ നെയ്യിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഹൽവയുടെ ആ പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന ഒരു രീതി ആയിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്തൊരു രീതി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ പാത്രത്തിൽ നെയ്യും മുന്തിരിങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഹൽവ ഇട്ടിട്ട് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു സ്പൂണിൽ നന്നായിട്ടൊന്ന് നെയ്യ് തേച്ച് കൊടുത്തിട്ട് അതാണ് ഞാൻ ഇതിൽ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹൽവ ഇതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഹൽവയുടെ ചൂടുകൊണ്ട് സ്പൂണിലെ നെയ്യ് പെട്ടെന്ന് തന്നെ ഉരുകി പോണതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഞാനിത് ഒരു അരമണിക്കൂർ നേരം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് ചൂടാറി ഇത് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തു വന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുവാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കൊട്ടിയാൽ കിട്ടും, കാരണം അത്രയും സെറ്റായി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കുക. അതേപോലെ തന്നെ ജവ്ഫോസ് മീഡിയ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.